ശ്രമിക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള, പക്ഷെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ലേ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ, അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഈ ഷിംജിത എന്ന് പറയുന്ന കാവടി മോളെ എതിർക്കുന്ന, അവൾക്ക് എതിരെ സംസാരിക്കുന്ന ജനങ്ങളാണോ നിങ്ങൾ? ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രതിഷേധം ജസ്റ്റിസ് ഫോർ ദീപക് എന്ന ഹാഷ്ടാഗിലൂടെ നമ്മൾ ഉറപ്പായിട്ട് പ്രതിഷേധം നടത്തുക. കുറെ പേര് വിചാരിക്കും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ച് ഇതൊന്നും അല്ലാണ്ട് പോകില്ലേ എന്നുള്ളൊരു ചോദ്യം എന്നെ പോലെ നിങ്ങളുടെ ഉള്ളിലും വരും. അങ്ങനെയല്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, മാക്സിമം പ്രതിഷേധിക്കണം. ജനങ്ങൾ ഒന്നടങ്ങാം ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഷിംജിത എന്ന് പറയുന്ന ആ വൃത്തികെട്ട തന്തയ്ക്ക് മുന്നേ പിറന്ന പൂക്കാവടി മോൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രതികരണവും നടത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ഷിംജിതയ്ക്ക് ഫാൻ പേജ് വരെ ഇറക്കിയിരിക്കുകയാണ്. ആ ഫാൻ പേജ് ഉൾപ്പെടെ കാണാം. അതുപോലെ ഒരു മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഈ മോള്. അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ. പിന്നെ വേറൊരു കേസുണ്ട്, ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തി മുന്നേ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരു രീതി, മറ്റൊരു പെൺകുട്ടിക്ക് ബസ്സിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ പെൺകുട്ടി പറയുന്നുണ്ട്. ചങ്ക് പൊട്ടിപ്പോവും, സത്യം പറയല്ല, ചങ്ക് പൊട്ടിപ്പോവും അത് കേൾക്കുന്ന സമയത്ത് ഈ മോളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ തീർക്കും. ചിലപ്പോൾ അത്രയ്ക്ക് കലി വരും ആ വോയിസ് കേൾക്കുന്ന സമയത്ത്. എനിക്ക് ഫ്രസ്ട്രേറ്റഡാ. ഇവിടെ കൈ കിട്ടി ഞാൻ പിടിച്ച് പിഴി, സത്യം അത്ര ഫ്രസ്ട്രേറ്റഡാ. ഒരു നിരപരാധിയെ തീർത്തിട്ട് ആ മോള് വന്നിരുന്ന് സംസാരിച്ചത് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ. ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ആ വോയിസിൽ അവൾക്ക് ഒരു കുറ്റബോധമില്ല, ഇവനൊക്കെ ചാവാനുള്ള തന്നെ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാന്തിയാണ് ഇവളെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു തന്തയ്ക്ക് മുന്നേ പറഞ്ഞ ഒരു പോലെ മോള്. സത്യം പറയാലോടെ പെരുത്ത് കയറുക. നിങ്ങൾ വീഡിയോ മാക്സിമം കാണുക, കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ഈ വ്യക്തി സ്വയം ജീവനൊടുക്കിയതിന്റെ റീസൺ ആദ്യത്തെ ആ വീഡിയോ കണ്ടിട്ടാണെന്ന് അല്ല, ആദ്യത്തെ വീഡിയോ കണ്ടിട്ടല്ല. ആദ്യത്തെ വീഡിയോ കണ്ട സമയത്ത് ആ വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനാണ് തയ്യാറായത്. എന്നാൽ രണ്ടാമത് ഇവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവളെ തന്തേര കൊണാൻഡർ വീഡിയോ. ഇവള് സൈക്കോളജിസ്റ്റാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സംഭവിക്കാൻ പോകുന്ന ഒരു കേസും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇവളെ ചീത്ത വിളിച്ചും ഇവൾക്കെതിരെ പ്രതിഷേധിച്ച ആണുങ്ങളെല്ലാം പിടിച്ച് അകത്തിടും. എടേ, ഈ നിയമം എന്ന് പറയുന്ന സാധനം പെണ്ണുങ്ങൾക്ക് ഒരു പ്രിവിലേജായി കൊടുത്തതിനെ മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. അല്ലെങ്കിൽ ആണുങ്ങളുടെ മേലില് എന്ത് കുതിര കളിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് തന്തയില്ലായ്മ കാണിക്കാമെന്നുള്ളൊരു അവകാശവുമല്ല ഈ നിയമം കുറച്ച് ഇളവ് സ്ത്രീകൾക്ക് കൊടുത്തത്. നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാധി മക്കൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നാളെ ബാധിക്കുന്നത് സാധാരണക്കാരായ ജെനുവിനായിട്ടുള്ള പെൺകുട്ടികളെയാണ്. നിന്നെയൊക്കെ പോലുള്ളവൾ തന്തയില്ലായ്മ കാണിക്കുമ്പോൾ അത് സാധാരണ പാവപ്പെട്ട ജെനുവിനായിട്ട് നാളെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും. നിന്നെയൊക്കെ പോലുള്ളതിനെ നാട്ടുകാർ തല്ലിക്കൊന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ മുക്കി അവൾ ഓടിയിരിക്കുകയാണ്. ഓടി തള്ളി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് അവൾ മുങ്ങിയിരിക്കുകയാണ്. എടി പോയാടി മോളെ, നിന്നെ എന്നാ ചെയ്യണോടി? ആ വ്യക്തിയെ നീ തീർത്തില്ലേടി? ഇത് ഒരു ആണാണ് ചെയ്തതെങ്കിൽ, ഈ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് സ്വയം ജീവൻ ഒടുക്കിയതെങ്കിൽ ആണ് ഇതിനു മുന്നേ നിക്കറിൽ അഴുകി കിടന്നേനെ, ജയിലിലാക്കിയനെ, റിമാൻഡിൽ പോയേനെ. ഇതൊക്കെ ആയിരിക്കുമായിരുന്ന അവസ്ഥ. പക്ഷെ ഇതൊരു മോളല്ലേ ചെയ്തത്, ആണിന്റെ നെഞ്ചത്തിലേ കയറ്റി വെച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നടക്കൂ, ഇവിടെ ഇങ്ങനെയാണ് മക്കളെ. അവക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചത്തവൻ ചത്തു, പൊട്ടനും പോയേ പിട്ടനും പോയേ ബോട്ടും കിട്ടി. ഈ പുന്നാര മോളെ വെളിയിൽ കണ്ട നാട്ടുകാർ പൂശിയ ആഹാ സബാഷ്. ആ കോഴിക്കോടുള്ള ആൾക്കാർ അങ്ങ് കയറി ഇറങ്ങി ഞരങ്ങിയ ആഹാ അന്തസ്. ഇവളുടെ വീടൊക്കെ പറ്റിയെ കഴിഞ്ഞ് ആക്രമിച്ചു കഴിഞ്ഞാൽ അന്തസ്. പ്രോത്സാഹിപ്പിച്ച് വിടുന്നതല്ല. പക്ഷെ ഇതൊക്കെ നടന്നാൽ മതിയെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ പോലുള്ള കാവടി മക്കളെ തല്ലി തീർത്ത് കളയേണ്ടത് തന്നെയാണ്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ ഇങ്ങനെയുള്ള മോളുകൾ നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അടക്കം നാശം മാത്രമേ വിതയ്ക്കത്തുള്ളൂ. ഇവളെ അച്ഛൻ പണ്ട് ഒരെണ്ണം തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ, വല്ല മുണ്ടില്ല തോറത്തില്ല തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കാവടി മോൾ ഉണ്ടാവത്തില്ലായിരുന്നു. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്. കുറെ പേരെ എടുത്ത് വെച്ച് സോഫ്റ്റ് കോൾഡ് ആയിട്ട് തട്ടി വിടുന്നുണ്ട്. എനിക്കതിന്റെ ആവശ്യമില്ല. ഈ പുന്നാരമോൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വരും. ഏത് കോടതിയാ ഏത് സ്റ്റേഷനാ കയറി ഇറങ്ങാൻ. അതിന്റെ പേരിൽ എന്നെ എൻകൗണ്ടർ ചെയ്താലും ഞാൻ അങ്ങ് വോട്ടെന്ന് വയ്ക്കാം. ആണുങ്ങൾക്ക് വേണ്ടി ചത്തെന്നങ്ങ് വിചാരിക്കും.
സത്യം അത്രയ്ക്ക് വിഷമമുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ തീർന്നപ്പോൾ വിങ്ങിപ്പൊട്ടി അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും എത്ര മാത്രം തളർന്നു കാണും ഈ ഒരു പുന്നാര മോള് കാരണം. ആലോചിക്കുന്നുണ്ടോ? ഇതിനെയൊക്കെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ആണുങ്ങൾക്ക് വേണ്ടി ചിന്തിക്ക്. കുറെ പെൺകുട്ടികൾ പ്രതികരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ ആദ്യം ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അത് ആദ്യം ഒന്ന് കേൾക്കാം. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും ഓനും തമ്മിലുള്ള ബന്ധമാണ്. ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9:00 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്. ഞാൻ ഭക്ഷണം കഴിക്കാനും ഞാൻ ഭക്ഷണം കഴിക്കാനും അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. ഈ ഗുണ മോളുടെ ആദ്യത്തെ ഒരു വീഡിയോ ഇല്ലേ, ബസ്സിൽ വെച്ചിട്ട് അവളെ എടുത്ത് വെച്ചിട്ട് അവൾ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടൂലേ, ആ വീഡിയോ കണ്ട സമയത്ത് ഈ വ്യക്തി അത് കൂളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അവൾക്കെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പിലാണ് നിന്നത്. എന്നാൽ ഈ പുന്നാര മോള് രണ്ടാമതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അവൾ അച്ഛന് ഭ്രാന്തെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടപ്പോഴാണ് ആ വ്യക്തി മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയി, തളർന്ന് തരിപ്പണമായി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത്. അത് കൂട്ടുകാരൻ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വീഡിയോ വന്ന ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയാണ് ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാണ്. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാനത് നോക്കിയിട്ട് വരില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദീപ ഇങ്ങനെ ഒന്നുകൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാടെ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് അതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ ആ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ വീഡിയോ ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കാനുണ്ട്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും, എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ട് പിന്നെ വീട്ടിലെത്തിയ സ്വാഭാവികമായിട്ടും വിളിക്കുകയാണെങ്കിൽ മാത്രം. പൊന്നു ദീപകേട്ടാ, നിങ്ങൾ എടുത്ത തീരുമാനം ഭയങ്കര റോങ് ആയിപ്പോയി. മലയാളികൾ മൊത്തം നിങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. അത് നിങ്ങളിങ്ങനെ കടുങ്കൈ ചെയ്തത് കൊണ്ടല്ല, അതിനു മുന്നേ ജനങ്ങളെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അതായത് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പം ഞാൻ ഇന്നലെ കണ്ടതാണ്, എനിക്ക് ആരോ ഇന്നലെ ഷെയർ ചെയ്തെന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്ത്. ഈ പുന്നാര മോളെ 10 പറയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ ന്യൂസും കൂടി ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞ് ഞാൻ കട്ട ഷോക്കായിപ്പോയി. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഒരു ഭംഗി വാക്കിന് പറയുന്നതല്ല, ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. എന്തോ ഞാൻ ഒരു നിമിഷം എൻ്റെ ബോഡി ഒരു ഡൗൺ എനിക്ക് ഫീൽ ചെയ്ത് ഈ ന്യൂസ് ഇദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞ ആ ഒരു സമയത്ത് അത്രയ്ക്ക് ഷോക്കായിപ്പോയി. അത്ര ഷോക്കിംഗ് ആയിരുന്നു ആ ന്യൂസ്. കാരണം ഞാൻ തലേ ദിവസം ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട്, കുറച്ച് കമൻസും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഇവളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കണ്ടന്റ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്നാൽ ഈ പുണ്ടാമോള് രണ്ടാമതൊരു വീഡിയോ ഇട്ടതിനെ തുടർന്നിട്ടാണ് ഈ വ്യക്തി സ്വയം ജീവനൊടുക്കിയതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോ നമുക്കൊന്ന് കാണണ്ടേ? അവൾ ആദ്യത്തെ വീഡിയോ മുക്കി, രണ്ടാമത്തെ വീഡിയോ മുക്കി. അവൾക്കിപ്പോൾ കയറിയപ്പോൾ ന്യൂസിൽ വരെ ചർച്ചയായപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവൾ മുക്കി. ഈ ന്യൂസ് മൊണ്ണകളെ നിനക്കൊക്കെ മോന്ത കാണിക്കാൻ പറ്റൂല്ലെങ്കിൽ നീയൊക്കെ കണ്ടന്റ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. അണ്ടർ ഏജിലുള്ള കുട്ടിയൊന്നും അല്ലല്ലോ, മുതുക്ക് പോലെ വളർന്ന ഒരു മുതുക്കച്ചിയല്ലേ. നിനക്കൊക്കെ മോന്ത കാണിക്കാൻ പറ്റൂല്ലെങ്കിൽ ചെയ്യണ്ട, അതേ ഞാൻ പറയത്തുള്ളൂ, ചെയ്യണ്ട. നീയൊക്കെ എന്തിനിങ്ങനെ ചെയ്യുന്നത്? അണ്ടർ ഏജിലുള്ള കേസാണെങ്കിൽ ഓക്കെ, നമുക്ക് നിയമത്തിന്റെ വശത്തുനിന്ന് അങ്ങനെയെങ്കിലും പറയാം. അണ്ടർ ഏജ് പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെന്നെങ്കിലും പറയാം. ഇത് പരിപാടിക്ക് നീയൊക്കെ മോന്ത കാണിക്കാതെ അവളെ ബ്ലർ ചെയ്ത് അങ്ങ് ഇരിക്കുന്നു. അതിജീവിതം അത് എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല, പാച്ച തെറിയാണ് എൻ്റെ വായിരുന്നത്. ഈ പുന്നാര മോളൊക്കെയാണ് എക്സ്പോസ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ വലിച്ചു കയറി ഒട്ടിക്കേണ്ടത്. ഇവിടെയൊക്കെ എന്തിനു വെച്ച് പൊറിപ്പിക്കണം? ചങ്കുറ്റത്തോളം ചേട്ടാ, അതിൻ്റെ പേരിൽ കേസ് വന്നാലും കോടതി കയറേണ്ടി വന്നാലും തൂക്കി എങ്ങനെ നമ്മളെ തീർത്ത് കഴിഞ്ഞാൽ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് പോകണം. ഇതുപോലത്തെ കേസിലൊക്കെ കേട്ടാ. ഇത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇതുപോലെയുള്ള പരനാറുകളെ എക്സ്പോസ് ചെയ്യും. നാട്ടുകാർ 10 ജനങ്ങൾ കൂടുതൽ അറിയട്ടെ ഇവളെയൊക്കെ മോന്തകൾ. വരാതി മക്കളെ കൊണ്ട് തോറ്റു. ഇനി ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ, ഇവളെ രണ്ടാമതൊരു വീഡിയോ ഇട്ടല്ലോ, ആ വീഡിയോ തുടർന്നിട്ടാണ് ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്നും വിട പറയുന്നത്. ആ വീഡിയോ പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അപ്പൊ നിന്റെ തന്തയെ പിടിച്ച് പെറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, വ്യൂസിന് വേണ്ടിയിട്ടല്ലാണ്ട്. പിന്നെ നീ എന്താ ഉണ്ടാക്കാനാണ് ഈ വീഡിയോ ഇട്ട് ഉണ്ടാക്കണത്? നിന്റെ ചാനൽ ഒറ്റ വീഡിയോക്ക് വ്യൂസ് ഇല്ല, റീച്ച് ഇല്ല, ഒരു തേങ്ങയില്ല. നീ ആകെ റീച്ച് ഉണ്ടാക്കിയത് ഈ ഒരു ഒറ്റ വീഡിയോ ആയിരുന്നു. മറ്റേ അപ്സാക്കെ റജി, ആ പുന്നാര മോള് ആദ്യം ഒരു വീഡിയോ ഇട്ട്
അത് നല്ല വ്യൂവർഷിപ്പ് ആയപ്പോൾ അടുത്ത് വീണ്ടും ഇട്ട് പിന്നെ എക്സ്പ്ലനേഷൻ ഇട്ട് അവസാനം മൊത്തം തിയറി കയറിപ്പോയി. അടുത്ത് നീ കാരണം ഈ വ്യക്തി മരണപ്പെട്ട്, അവള് കാരണം ഒരു വ്യക്തി, അങ്ങേര് പിന്നെ ഏതോ കളവനായതുകൊണ്ടും സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും അങ്ങേരെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ അങ്ങേരുടെ ഫേസ് കാണാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് തട്ടിമുട്ടിപ്പോയി. പക്ഷെ നീ ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ളത് നിന്റെ തന്തര പരിപാടിയാണ് നീ ചെയ്തിട്ടുള്ളത്. അങ്ങേർക്ക് നിന്റെ സാമാനം കൊണ്ട് മുട്ടാൻ വേണ്ടി വച്ചു കൊടുത്തിട്ട് കൈ തട്ടിയപ്പോൾ നീ അതിനെ കണ്ടന്റാക്കിയ പുന്നാര മോളാണ്. നിന്റെയൊക്കെ അപ്പനെ വരെ നീയൊക്കെ പിടിച്ച് നാളെ നിന്റെ അപ്പൻ നിന്നെ പണ്ണി എന്ന് പറഞ്ഞ് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കും. നിന്റെ തള്ളയെ പിടിച്ചും നീ കണ്ടന്റ് ഉണ്ടാക്കും. അങ്ങനത്തെ പുന്നാര മക്കളാണ് നീയൊക്കെ, കേട്ടാ. നിന്നെയൊക്കെ 10 പറയാതെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ സഭ്യമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നാഷണൽ അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല. നിന്നെയൊക്കെ പോലുള്ളതിനെ 10 പറയും. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ഒരു കാര്യമില്ല, കേട്ടാ. അതുകൊണ്ട് 10 പറഞ്ഞിട്ട് ഉണ്ടാക്കല് മതി. നീ ഗ്യാസ് കൊടുക്കുക, എന്ത് കോലാണ്ടിയോ ചെയ്യും. നിന്നെ ആദ്യം വല്ലതും ചെയ്യോ എന്നെ ആദ്യം വല്ലതും ചെയ്യോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ടാ, കേട്ടാ. സിംജിത്ത ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. അതെ, ഇവളെ തന്തയുടെ തന്തയ്ക്കും ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ട്. ആ മാനസിക പ്രശ്നമാണല്ലോ ഇങ്ങനെ ഒരു സാധനം തുടച്ചു കളയേണ്ട കേസായിരുന്നു. എങ്കിൽ ഇങ്ങനെ ഒരു സാമാനം ഉണ്ടാവത്തില്ലായിരുന്നു. ഇതുണ്ടായതാണ് പ്രശ്നം. എന്തിനാണോ ഇങ്ങനെ ഒരു മോളെയൊക്കെ ഉണ്ടാക്കിയിട്ടത്? ഇവളൊക്കെ എന്തിനാ ഇത്രയും കാലം വളർത്തിയത്? റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ച് വിൽക്കുന്ന തന്തയില്ലാത്ത മോള്, കേട്ടാ. ഇവളൊക്കെ കെട്ട് കഴിഞ്ഞ യാവൻ കെട്ടിയത് എന്തിനാടാ നീ ഇങ്ങനെ ഒത്തി വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിനേക്കാളും മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് അന്തസ്സ്. മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് സത്യം അവർക്കുണ്ട് ഇതിനേക്കാളും അന്തസ്സ്. കണ്ടന്റിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തീർത്ത് കളഞ്ഞില്ലേ നിന്റെയൊക്കെ മറ്റേ അടുത്ത ചിംചിത്ത സൈക്കോളജിസ്റ്റ്. നീ ഏത് ഇടയിൽ സൈക്കോളജിസ്റ്റ്? നീ പുന്നാര മോള്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ഭക്ഷിക്കാൻ പറ്റിയ സാമാനം നീ ആരടി? നീ ഭക്ഷിക്കാൻ പറ്റിയ സാധനം പോലെ നീ ഭയങ്കര പ്രശ്നം തന്നെ. നീ കാട്ട് മോള് സ്പർശിക്കാൻ പറ്റിയ സാധനം. അവളെ മറ്റേ അങ്ങ് പച്ചിച്ച് കൊഴിഞ്ഞ് വീണെന്ന് കൊണ്ട് പിടിക്കാൻ വേണ്ടി വച്ചു കൊടുത്ത് അങ്ങനെ കൈ തട്ടിയപ്പം അതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. നീ അതിനേക്കാൾ അങ്ങനെ കൈയെ പിടിച്ചു വെച്ചിട്ട് നിന്റെ മറ്റേ അടുത്ത് വെച്ച് പിടിപ്പിക്കാത്തത് ഇതിനേക്കാൾ അന്തസ്സം ഉണ്ടായിരുന്നല്ലേ. കണ്ടന്റ് ഉണ്ടാക്കാൻ പോയിരിക്കുന്നു ഒരു പാവത്തിന്റെ നെഞ്ചത്ത്. പുന്നാര മോള്. നിന്നൊക്കെ എന്നാ പറയണേ? എനിക്ക് സത്യം താഴെ പോലും കുറഞ്ഞ് നിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ഫ്രസ്ട്രേറ്റഡാ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡാ. ഇനി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ 10 തെറി പറയും. അല്ലാതെ എനിക്ക് സമ്മാനം കിട്ടത്തില്ല. അമ്മാതിരി പുന്നാര മോളാ നീ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതെ, സൈക്കോളജി ഇഷ്യൂ ആണ്, സെക്ഷൽ കഴപ്പമാണ് നിന്റെ തന്തയ്ക്ക്. അത് കാരണമല്ലേ നീ ഉണ്ടായത്. അങ്ങേര് തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ, അന്ന് തുമ്പ് പിടിച്ച് തുടച്ചു കളഞ്ഞിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു സാധനം ഉണ്ടാവത്തില്ലായിരുന്നു. കാര്യം പിടിയിട്ട് എനിക്ക് എടി, നീ ഇനി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. നിന്നെയൊക്കെ പോലുള്ള അപരാധി മക്കള് ഇനി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. നീ ഒന്നും ഈ നാട്ടിൽ ഇനി ജീവിക്കണ്ട, നമ്മുടെ രാജ്യത്തിന് വേണ്ട. നിന്നെ പോലെയുള്ള താവടി മോളുകൾ ഇനി ഈ രാജ്യത്തിന് വേണ്ട. ദൈവമേ, ഇതിനെയൊക്കെ അങ്ങ് എടുക്ക്, തീർത്തുകള, കാലന് കൊണ്ട് വിട്ടുവിട്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ഭൂമിയിൽ വേണ്ട നമുക്ക്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്ന ഉളുപ്പില്ലാണ്ട് സ്വന്തം തന്തേവരെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കുന്ന നിന്നെയൊക്കെ പോലുള്ള ഓരോന്ന്? നാണം തോന്നുന്നില്ലേ നിനക്കൊക്കെ? ആ പാവം മനുഷ്യനെ ഇത്രയും ചെളിവാരി തേച്ച് തീർത്ത് കളഞ്ഞപ്പോൾ നിനക്ക് എന്നാ സുഖോടി കിട്ടിയത്? നീ കണ്ടന്റ് ഉണ്ടാക്കിയില്ലേ? നിന്റെ മറ്റവനെ പിടിച്ചു വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക. അവൻ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ കണ്ടന്റ് ഉണ്ടാക്കിയതിനേക്കാൾ. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? കൺസെന്റ് ഇല്ലാതെ കേടാ. നീ അങ്ങേർക്ക് കൊണ്ട് വച്ചു കൊടുത്ത് അങ്ങേരെ ശരീരത്തിൽ നീയാണ് തൊട്ടത്. കൺസെന്റ് ഇല്ലാണ്ട് നീയാണ് അങ്ങേരുടെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളത്. അങ്ങേർക്ക് കൊണ്ട് വച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ ഓടുന്ന ബസ് അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ കുലുക്കം കാണും. കൊണ്ട് തട്ടാൻ വേണ്ടി വച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആടിക്കൊണ്ട് നിൽക്കുന്ന ആള് തട്ടാൻ വേണ്ടി അങ്ങനെ മറ്റേ തുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. തട്ടിക്ക ഈ സെറ്റപ്പിൽ. പുന്നാര മോള് പറയുന്നത് കണ്ടില്ലേ? ഞാൻ മിക്കവാറും ജയിലിലായിരിക്കും, കുഴപ്പമില്ല. അന്തസ്സോടെ കിടക്കാം. അവിടെ നല്ല ശമ്പളം ഉണ്ടല്ലോ ഇപ്പോൾ. ഞാൻ അവിടെ തന്നെ, കുഴപ്പമില്ല. നിന്നെ 10 പറഞ്ഞതിൻ്റെ പേരല്ലേ, മനസമാധാനത്തോടെ പോയി കിടക്കും. അവിടെ പോയിട്ട് ജയിലിലെ ചേട്ടന്മാരെല്ലാം ഞാൻ പറയും. എനിക്ക് അത്രയും മതി, സന്തോഷം. ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. നിന്റെ തന്തയ്ക്ക് ആ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു സാധനം ഉണ്ടാകത്തില്ലായിരുന്നു. വല്ല മറ്റേ കവർമാൻ ചിട്ടാലും മതിയായിരുന്നു, അല്ലെങ്കിൽ തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട നേരം തന്തയെ പറയിപ്പിക്കുന്നതിനും വേണ്ടേടി ഒരു ഉളുപ്പ് തന്തയില്ലാത്തവളെ. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത്
ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. അതെ, നിന്റെ മറ്റേടുത്ത വിചാരം കൊണ്ടും നിന്റെ മറ്റേടുത്ത ചൊറിച്ചിൽ കൊണ്ടുമാണ് നീ ഇപ്പം ഈ വ്യക്തിയെ ഇങ്ങനെ ആക്കി തീർത്തത്. നാണമില്ലാത്തവളെ, നാണമില്ലാത്ത വർഗമേ, പെണ്ണുങ്ങൾക്ക് അപമാനമാവുന്നവളെ. നാളെ ജനുവിനായിട്ടൊരു പെണ്ണ് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി തെളിവില്ലെങ്കിൽ അവളെ വലിച്ചു കയറും ഈ സമൂഹം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചല്ലോ നിന്നെയൊക്കെ പോലെയുള്ള കാവടി മക്കൾ. അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞല്ല, നിന്നെ കൈ കിട്ടി ഞാൻ പിഴിഞ്ഞെടുക്കും. ഒറ്റ പിഴിയിൽ നീ തീരും. കോഴിക്കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിക്കണോ അല്ലെ ഞെരിക്കും. അത്ര കലിപ്പാണ് എനിക്ക് വരുന്നത്. പെണ്ണുങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രിവിലേജിനെ നിന്നെപ്പോലുള്ള കാട്ടവരാതി മക്കൾ മിസ്യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ കലി വരികയാണ്. എത്രയോ നിരപരാധികൾ പല ഇൻസിഡന്റിലും പല ആക്സിഡന്റിലും ഒക്കെ ഇവിടെ തീർന്നു പോകുന്നു. നിന്നെയൊക്കെ പോലുള്ള ശവന്തീനികൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ വെറും അപമാനം തോന്നുന്നു. വെറും അപമാനം. അപരാധി മക്കൾ. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിന്റെ തന്തേരെ അടുത്ത് വന്നിട്ടുള്ള ഇയാൾ പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. എടി ചൊറിച്ചിലുള്ളവരെ കയറി കിടക്കണവളെ, നീ ഇപ്പുറത്ത് നിന്ന് നീ എന്തിന് അങ്ങേരെ കൈമുട്ട് വാക്കിന് നിന്റെ മറ്റേ സാധനം കൊണ്ട് മുട്ടാൻ വേണ്ടി വെച്ചു കൊടുത്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയടി പന്ന മോളെ. എന്റെ സാമാനില തെറ്റിയിരിക്കുകയാണ് പുന്നാര മോളെ. എന്റെ ന്യായീകരണം കൂടി കേട്ടപ്പോൾ ഒറ്റ ന്യായിക എടുത്തിടാനാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. നിന്റെ തന്തയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ബിഹേവിയർ ആയിരുന്നു, അതല്ലേ നീ ഇപ്പൊ പറയുന്നത്? മോളെ, നീ സൈക്കോളജി മറ്റേ കൊണകുന്നതേ നിന്റെ കെട്ടിയവൻ ഉണ്ടെങ്കിൽ അവൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് നീ ഉണ്ടാക്കിയാൽ മതി കേട്ടാ. എനിക്ക് ഞാൻ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുവാണ് ഈ കേസ് കണ്ട സമയം മുതലേ. ആ ഒരു വ്യക്തി ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. തീർത്തില്ലേ നീ തീർത്തില്ലേ? ഇവിടുത്തെ നിയമം എവിടെ ഒലത്താൻ പോയിരിക്കുന്നു? ഇതേ സ്ഥാനത്ത് ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇതിനു മുന്നേ കൊടിയും പിടിച്ചിറങ്ങിയനല്ലോ. എവിടെ പോയി ഇവിടുത്തെ നിയമം? ആണുങ്ങൾക്ക് ഇവിടെ നിയമമില്ല, ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്തോന്നടേ? രാഹുൽ ഈശ്വർ ബിഗ് സല്യൂട്ട്, പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് DGPക്ക്, അവിടെ ഇവിടെ മുഖ്യമന്ത്രിക്കൊക്കെ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. ഇത് വെറുതെ വിടരുത്. വെറുതെ വിട്ടാൽ ഇതുപോലെ ഓരോ അപരാധി മക്കൾ ഇനിയും ഉണ്ടാവും. ഓരോ ആണുങ്ങളുടെ ജീവൻ എടുക്കാനും ജീവിതം തുലയ്ക്കാനും ഇനിയും ഓരോ അപരാധി മക്കൾ ഉണ്ടാകും, ഉടലെടുക്കും. ഇതെല്ലാത്തിനും ഒരു പാഠമാകുന്ന രീതിയിലുള്ള ശിക്ഷ ഈ പുന്നാര മോക്ക് കൊടുക്കണം ഇവിടത്തെ നിയമം. ഇവളെ ഏത് കാട്ടിൻ്റെ അകത്ത് പോയി ഒളിച്ചാലും ഇവളെ തോണ്ടിയെടുത്ത് ഇവളെ ശിക്ഷിക്കണം. അതിന് പറ്റില്ലെങ്കിൽ ഇവിടുത്തെ നിയമം കൊണ്ട് ഇനി ഒന്നിനും വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടുത്തെ നിയമം അത്രയും വേസ്റ്റായി പോകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു രീതിയിൽ കൊണ്ടെത്തിക്കില്ലേ. ഇത് ജനങ്ങളുടെ വികാരമാണ്, ജനങ്ങളുടെ വികാരം. അത് മാനിക്കണം കോടതി, നിയമം, ഇവിടുത്തെ പോലീസ് എല്ലാം എന്നേ എനിക്ക് പറയാനുള്ളൂ. പുതിയ നിയമം എഴുതണം. ഇല്ലെങ്കിൽ ഇടയ്ക്ക് അപരാധം പറഞ്ഞ് ഉള്ള പെണ്ണുങ്ങളെ ഒക്കെ പിടിച്ച് ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് നിയമം വന്നില്ല. അതൊക്കെ എടുത്ത് സെക്ഷനൊക്കെ ഇവളെ നെഞ്ചത്തിട്ട് കൊടുത്ത് അങ്ങോട്ട് തീർക്ക്, പൂട്ടുവളെ. എന്തിനീ പുന്നാര മോളെ കൊച്ചോണ്ടിരിക്കണം? അതാ ആണുങ്ങളെ ചത്തു കഴിഞ്ഞാൽ ചോദിക്കൂലെന്നാണ്. എങ്കിൽ അറിഞ്ഞുകൂടേ, ഞാൻ പോണേ നാട് വിട്ടാട്ടെ. ഇതുപോലത്തെ കാവതികളെ ഇടയിൽ ജീവിക്കാനായിട്ട്. ബസ്സിൽ കയറാൻ പറ്റൂ? ഇനി ബസ്സിൽ ഒരു അത്യാവശ്യം വന്നാൽ പേടിച്ച് കയറേണ്ട അവസ്ഥ. എങ്ങാണ്ട് ബ്രാക്ക് പിടിച്ച് കൊടുത്തിട്ട് പെടലിക്ക് പോയി വീഴുന്നു കഴിഞ്ഞാലും തീർന്നില്ലേ? അവൾ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ അവൾ അപ്പം തന്നെ നമ്മൾ ആല പഠിച്ച് കയറും. ഇതൊക്കെയാണ് അവസ്ഥ. ഓരോ അപരാധികളെ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എടി മോളെ, നീ എന്നാ എത്തിച്ചതാ? അയാൾ നേരിട്ട് എന്നാ ബിഹേവിയറാ ചെയ്തേ? നിനക്ക് അന്തസ്സുണ്ടാ? ഒരാളെ നീ തീർത്തില്ലേടി നിന്റെ മാറ്റെടുത്ത വീഡിയോ ഉണ്ട്. എന്നിട്ട് നിനക്ക് എങ്ങനെയടി ഇങ്ങനെ വന്നത് ഉണ്ടാക്കി ന്യായീകരിക്കാൻ തോന്നുന്നു? അയ്യോ ദൈവമേ. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്.
ഇടി തന്തയില്ലാത്തവളെ, നീ എന്നാ ഉദ്ദേശിച്ചെന്നാ പറയുന്നത്? നിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ വീഡിയോ ഷെയർ ചെയ്തത് അയാളെയും അയാളുടെ സൊസൈറ്റി നന്നാക്കാനാണെന്ന്. നീ ഉണ്ടാക്കാൻ ഇറങ്ങിയതാ. കാവടി മോള്. ന്യായീകരണം കേൾക്കുമ്പോൾ സത്യം പറയല എൻ്റെ പെരുത്ത് പറഞ്ഞു. എനിക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എവിടെ തീർക്കണമെന്ന് അറിഞ്ഞുകൂടാതെ തന്നെ ഇരിക്കുന്നത് അല്ലേ നിങ്ങൾ? എനിക്കും അറിയില്ല എവിടെ തീർക്കണമെന്ന്. ഈ പുന്നാര മോക്ക് എന്തെങ്കിലും സംഭവിച്ച് ഇവളൊക്കെ ചത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഞാനുള്ള കാര്യം പറയാം, സീരിയസ്ലി. ഇവളൊക്കെ ചത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അല്ലാണ്ട് ഈ ഫ്രസ്ട്രേഷൻ മാറത്തില്ല. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോണില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. നിന്റെ തന്തയ്ക്ക് പിടിച്ച് കൊടുക്കടേ മോളെ, കേട്ടാ? നിന്റെ തന്തയ്ക്ക് പിടിച്ച് കൊടുക്കുക കൗൺസിലിംഗ്. അങ്ങേര് നിന്നെപ്പോലെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയിട്ടതാണ് ചെയ്തത് തെറ്റ്, കേട്ടാ? ആവടി മോളെ, കൗൺസിലിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു സൊസൈറ്റിക്ക്. അവള് മറ്റേ അടുത്ത പരിപാടിയായിട്ട് നീ കാരണം മരിച്ചില്ലേ? നീ തീർത്തില്ല ഒരു വ്യക്തി. ആ വ്യക്തി ഒരു വർഷം ബാക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ബസ്സിൽ വെച്ചിട്ട് പെരുമാറിയിട്ടുള്ള ഒരു രീതി, ഇന്ന് ഈ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആ പെൺകുട്ടി ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ നിനക്കൊന്ന് കേൾപ്പിച്ചുതരാം. നീ കേൾക്കണോടി കാവടി മോളെ, നീ കേൾക്കണം, നീ ഇത് കേൾക്കണം. ആ വ്യക്തി പീരീഡ്സ് ആയിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നീ കേൾക്കണം. തന്തയ്ക്ക് പാലം വലിക്കുന്ന നിന്നെയൊക്കെ പോലെ തന്തയില്ലാത്ത സ്വന്തം തന്തയെ വരെ വിറ്റ് കണ്ടന്റാക്കുന്ന നിന്നെയൊക്കെ പോലത്തുള്ള അലവലാതി മോളുകൾ ഇത് കേൾക്കണം. ആ വ്യക്തി എങ്ങനെയാണ് പീരീഡ്സ് ആയിട്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയതെന്ന് കേട്ടു നോക്ക്. ഏതോ പെൺകുട്ടി റാൻഡമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ബസ്സിൽ സീറ്റിൽ ഇരുന്ന ഒരു പെൺകുട്ടിയാണ്. കേട്ടു നോക്ക്. നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പീരീഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വയ്യായിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഏട്ടാ അറിയില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ടായിട്ട് ഇപ്പൊ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. സ്റ്റെബറല്ലേ ഈ വോയിസ് കേട്ട സമയത്ത് ഞാൻ തന്നെ ഒരുമാതിരി ആയിപ്പോയി. ഇത് കേൾക്കുന്ന സമയത്ത് ആ വ്യക്തി അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നാട്ടുകാർക്കൊന്നും ഒരു മോശം അനുഭവം അല്ലെങ്കിൽ ഒരു മോശം പറയാനായിട്ട് ഇല്ല ആ വ്യക്തിയെ പറ്റിയിട്ട്. നാട്ടുകാർക്കായാലും കൂട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, ന്യൂസിലൊക്കെ വന്നത്, നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത്. തൊലച്ചില്ലേടി നീ? എടി പൊന്നാര മോളെ, നീ തീർത്തില്ലേടി? നിനക്ക് എന്ത് കിട്ടിയേടി ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട്? ആ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും കോടിക്കണക്കിന് ജനങ്ങളുടെ ശാപം നിന്റെ തലയിലുണ്ടാവും. നീ ഗുണം പിടിക്കില്ല. നീ ഇതിനെ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ഇത് നീ അനുഭവിച്ചേ തീർക്കത്തുള്ളൂ. ഇതിന്റെ പേരിൽ നീ അങ്ങ് സ്വയം തീർന്നാലും സന്തോഷിക്കത്തേ ഉള്ളൂ. നീ അങ്ങനെ സ്വയം തീർന്നെന്ന് അറിഞ്ഞൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ ഇടും, കേട്ടാ? അങ്ങനെ നീ അങ്ങ് തീർന്ന അത്രയും നല്ലത്. നീ ഭൂമിക്ക് ഭാരമാണ്. ഇനി ഈ പുന്നാര മോള് മുൻ മെമ്പറായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ എവിടെ ഒന്ന് കൊടുക്കാം, കേട്ടാ? ജനഹൃദയങ്ങളിൽ 1ാമതും ബാലറ്റിൽ 2ാമതും. ജീവിതത്തിൽ മൂഞ്ചി നീ, കേട്ടാ? ഈ ഹൃദയങ്ങളിൽ കയറി 1ാമത് തന്നെയാണ് നീ ഇപ്പം നിൽക്കുന്നത്. അത് ശരിയാ. ബാലറ്റിൽ നീ 2ാമതുമാണ്, ശരിയാ, വളരെ കറക്റ്റാ. ജനഹൃദയങ്ങളിൽ 1ാമത് നിൽക്കുകയാണ്. പക്ഷെ സ്നേഹമല്ല, ഫുള്ള് നിന്റെ തന്തയ്ക്ക് വിളി, നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിയാ നടക്കുന്നത്. ആരിക്കോട് പഞ്ചായത്ത് 14ാം വാർഡ് വെള്ളേരി ബെസ്റ്റ് UDF സ്ഥാനാർത്ഥി ഷിംജിത മുസ്തഫയെ വിജയിപ്പിക്കുക. അപ്പൊ മുസ്തഫയാണ് നിന്റെ ഉൾഫാവം അല്ലേ? നിന്റെ ഫാദറിൻ മുസ്തഫ ആയിരിക്കും. അതതിന് കെട്ടിയവനാ. എന്തായാലും കൊള്ളാം. ചിഹ്നം കൊള്ളാല്ല, ഏണി. നീ ഒരു ഏണി തന്നെടി. നീ ഒരു 1.5 ഏണി തന്നെ, വള്ളിയാ നീ.
വള്ളിയെ നീ ഏണി തന്നെ പറ്റിയ ചിഹ്നം തന്നെ എനിക്ക് വച്ചിട്ടുണ്ട്. ആവരാതി മോള് അവളായി മറ്റേ മാറ്റേടുത്ത ഇളിപ്പ് കണ്ടില്ലേ, കാലാവരി നിലത്തടിക്കണേ ഇതുപോലത്തെ പൂക്കാവടി മോളുകൾ കണ്ടല്ല, പോസ്റ്റർ കണ്ടല്ല. ഈ പുന്നാരമോളാണ് ഈ പുന്നാരമോള്, ഈ പുണ്ണാമോളാണ് ഈ പുണ്ണാമോള്, കേട്ടല്ല. കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇവളുടെ ഫാൻസ് പേജ് വരെ തുടങ്ങിയിരിക്കുകയാണ്. ഷിംജിത ഫാൻസ് ഫോളോയിങ് ഒന്നും ഇല്ല, അങ്ങോട്ട് ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഷിംജിത ഫാൻസ്. ആ ആളാണ് നമ്മുടെ ഒഫീഷ്യൽ ഷിംജിതയുടെ അക്കൗണ്ട്. അതിനെ മാത്രമാണ് അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടൊന്നും ഫോളോയിങ് വന്നിട്ടില്ല. ന്യൂ അക്കൗണ്ടാണ് ഷിംജിത ഫാൻസ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വന്നപ്പോൾ ഇവളെ അച്ഛൻ തന്നെയായിരിക്കും പുതിയ അക്കൗണ്ട്, ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പം ഈ അക്കൗണ്ടും കാണാനില്ല, ഇവളുടെ ഒറിജിനൽ അക്കൗണ്ടും കാണാനില്ല, ഒന്നും കാണാനില്ല, എല്ലാം പോയി. എന്തായാലും കൊള്ളാടെ. ഇനി ഒരു ഡോക്ടർ അമൃത പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, കണ്ടു നോക്കാം. ഞാൻ ഇന്ന് ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു പെൺകുട്ടി ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സൈഡിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു പുരുഷൻ അവരുടെ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് കൈകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളത് വെറ്റി തീർക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള അതിൽ എത്രത്തോളം സത്യാവസ്ഥ എനിക്കറിയില്ല. ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി സെൽഫ് ഹാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ പെൺകുട്ടി ഒരു സ്ത്രീക്കും ബാഡ് ടച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാതെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിലൊരു ഒരു നീരസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഭാവങ്ങളായിരിക്കും വരും. ഇവര് ചെറുപുഞ്ചിരിയോടെ ഈ ടച്ചിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ യാതൊരു തരത്തിലും അത് ബാഡായി തോന്നുന്നില്ല. പകരം ഈ കുട്ടിക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാമായിരുന്നു. അവിടെ ഇത്തിരിയും സ്ഥലമുണ്ട്, ഇത്തിരിയെങ്കിലും ഒരു സ്ഥലത്തിലേക്ക് ആ ഒരു ചെറിയൊരു ഒന്ന് തിരിഞ്ഞെങ്കിലും നിന്നാൽ മതി. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തിരിയാൻ സ്ഥലം ഉണ്ടായിട്ടും അല്ലെങ്കിൽ തിരിയാ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അത് അവിടെ തന്നെ അത് തട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ വൈറലാവാൻ എന്ത് വഴിയും നോക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി വൃത്തികെട്ടൊരു പരിപാടിയാണ്. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഏത് നിരപരാധീനെയും കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഏത് നിരപരാധിയുടെ ലൈഫും വേണമെങ്കിൽ നശിപ്പിക്കാം, എങ്ങനെയും വൈറലായാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറഞ്ഞ് തിരുത്താൻ പറ്റും? നാളെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു പെൺകുട്ടി അനുഭവിക്കുക, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ട്രാവലിംഗ് സമയത്തോ എന്തോ ആവട്ടെ, അന്നേരം ഇതുപോലെ ഈ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കാൻ നിൽക്കുമോ? ഇതുപോലെ വൈറലാവാനാണെന്ന് സത്യമായിട്ടുള്ള സിറ്റുവേഷനുകൾ പോലും വിശ്വസിക്കാതെയാവും. റിയലായിട്ട് സംഭവിച്ച പണ്ട് നമ്മൾ പറയില്ലേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് റിയലായിട്ട് പുലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷിക്കാൻ ആരും വന്നില്ല. ആ പറഞ്ഞതുപോലത്തെ അവസ്ഥയിലേക്ക് ആവരുത്. ഭയങ്കര വിഷമം തോന്നാണ് പലരും ഇതുപോലെ ഇങ്ങനെ സ്വന്തമായിട്ട് വെറും വൈറലാവാൻ വേണ്ടി ചീപ്പായിട്ടുള്ള പല ടെക്നിക്സും യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെ പൊന്നു പെങ്ങന്മാര്, നമ്മളെല്ലാം സ്ത്രീകളാണ്. എനിക്കും നിങ്ങളെപ്പോലത്തെ എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാകും ആ വേദന എന്താന്ന്. പക്ഷെ അതിൽ റിയാലിറ്റി ഉണ്ടാകണം. അല്ലാതെ വെറുതെ വൈറലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിച്ചിരിക്കും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. തിരിച്ചടിക്കും. ഈ അടിയിൽ ഇവളെ ഉറക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മുഞ്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവളെ ഉറക്കുന്ന രീതിയിൽ തന്നെ ഇതിൽ തിരിച്ചടിക്കും. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. ഇവളുടെ കാന്ത്യം കാണുന്നവരെ പോരാടും. ഇതുപോലത്തെ ഒരു കാട്ടപരാധി ഇനി ഒരുത്തിയും വെറുതെ ഒരു കാര്യമില്ലാണ്ട് ആണിന്റെ നെഞ്ചത്ത് കയറില്ല. അതുപോലെ തന്നെ കുറെ എണ്ണം ഇവിടെ കള്ളക്കേസ് കൊടുത്ത് അതിജീവിത എന്ന മറ്റേ അടുത്ത പേര് വിട്ട് നടപ്പുണ്ട് കുറെ എണ്ണം. എല്ലാത്തിനെയും തൂക്കണം, എല്ലാത്തിനും ഒറ്റ എണ്ണത്തിന് ഇവിടെ അല്ലേ. എല്ലാ അപരാധി മക്കളെയും ശിക്ഷിക്കണം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ കോടതി ഒരു ന്യായം, സത്യം അതൊക്കെ നോക്കിയിട്ട് അവിടെ ഒരു വിധി കാണും. പക്ഷെ അതിനു മുന്നേ ഇവിടെ മനുഷ്യന്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ഇതുപോലത്തെ കാവടി മക്കളെ പരമാവധി ശിക്ഷ കൊടുക്കണം. അത് തൂക്കി തീർക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ. റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയ്ക്ക് വരെ കൊണ്ട് വെച്ചു കൊടുക്കും. പിടി അച്ഛാ ഞാൻ വീഡിയോ എടുത്ത് ഇടട്ടെ അച്ഛാന്ന്. ഈ സെറ്റപ്പാണ് ഈ കാവടി മോളൊക്കെ. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? അവളുടെ ചിഹ്നം ഏണി, നല്ല ചിഹ്നം, നിനക്ക് ചേർന്ന ചിഹ്നോടി പുന്നാര മോളെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഈ കാവടി മോളെ പറ്റിയിട്ട് അറിയാമെങ്കിൽ പറഞ്ഞു എല്ലാം കൂടി എടുത്ത് വെച്ച് പിഴിഞ്ഞു വയ്ക്കുക. പുതിയൊരു വീഡിയോ ഇടണം.